ഒന്നൊന്നര പൊട്ടിത്തെറിയായി പോയി സാറേ. എടാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ കരുതുന്ന പോലൊരു പെണ്ണല്ല അവളെന്ന്. ഓ, അത് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് ആനയാണ് ചേനയാണെന്നൊക്കെ. സാറാണ് എടിപിടിയെന്ന് എന്റെ ഇഷ്ടം അവളോട് പറയാൻ പറഞ്ഞത്. ആ, അതുപോലെ ആയിരുന്നല്ലോ നീ ഓരോന്ന് ഒപ്പിച്ചുവെച്ചോണ്ടിരുന്നത്. അവൾക്കൊപ്പം യാത്ര ചെയ്യുന്നു, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. എടാ, ഇന്ന് നീ വിളിച്ചപ്പോ അവള് ഹോട്ടൽ വരെ വന്നില്ലടാ. അപ്പൊ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് മാത്രമല്ല സാറേ, സാറ് പറഞ്ഞതുപോലെ ഇന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ചെന്നപ്പോ അവൾക്ക് വിഷുവിനായിട്ട് വാങ്ങിയ ഞാൻ കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ടിറങ്ങിയത്. അപ്പോഴെന്റെ പ്രതീക്ഷ കൂടുകയും ചെയ്തു. അവന്റെ അമ്മുമ്മയുടെ ഒരു സാരി. എടാ, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യടാ? ഓടി രക്ഷപ്പെടുന്നതാ നല്ലത്. എങ്ങോട്ട്? എന്റെ സാറേ, അവള് പോയി കണ്ണൻ സാറിനോട് ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അയാൾ ആളെ വെച്ച് എന്നെ തല്ലിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ ആ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫും കൂടെ എന്റെ ദേഹത്ത് കൈവയ്ക്കും. ഞാൻ അവളോടൊന്നും പറയരുതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവളത് സമ്മതിച്ചില്ല. അവളുടെ ഭർത്താവ് അറിയാത്തതായി അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നൊക്കെയാ അവൾ പറഞ്ഞത്. ഓ, ഒരു പതിവ്രത. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. എടാ, തല്ലൊന്നും നിനക്ക് പുത്രിയല്ലല്ലോ. അതുകൊണ്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നീ പോയാ മതി.